പത്രോസും കൂട്ടരും അവരുടെ പ്രേക്ഷിത വേല തുടർന്നു. സഭ വളർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പത്രോസ് യാത്ര ചെയ്ത് ലിദ എന്ന നഗരത്തിലെത്തി. 8 വർഷമായി തളർവാദ രോഗിയായി കിടന്നിരുന്ന ഐനയാസ് എന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് പോവുക. എനിക്ക് സുഖമായി. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. യേശു അവന് സുഖപ്പെടുത്തിയിരിക്കുന്നു. ലിദായിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെല്ലാം യേശുവിലേക്ക് തിരിഞ്ഞു. ലിദായുടെ സമീപത്തുള്ള യോപ്പയിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. സത്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. അവൾ രോഗം പിടിച്ചു മരിച്ചു. പത്രോസ് അവളെ കാണാനായി ചെന്നു. തബീത്തയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവൾ വളരെ നല്ലവളായിരുന്നു. സഹോദരി, ദൈവത്തിൽ വിശ്വസിച്ച് എഴുന്നേൽക്കുക. എന്താ സംഭവിക്കുന്നത്? തബീത്ത, നീ ജീവിച്ചിരിക്കുന്നു. എന്താ എനിക്ക് എന്താ പറ്റിയത്? അതെ തബീത്ത, നീ മരിച്ചവളായിരുന്നു. അദ്ദേഹം നിന്നെ വീണ്ടും ജീവിപ്പിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നന്ദി സഹോദര, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഞാനല്ല സുഖപ്പെടുത്തിയത്, നമ്മുടെ ദൈവമായ യേശുനാഥനാണ്. എല്ലാ മഹത്വവും അവനുള്ളതാണ്.